മച്ചാമാരെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇടാന്ന് വെച്ചിട്ടാ. എന്നത്തെ പോലെ തന്നെ ഇന്നും രാവിലെ അമ്പലത്തിലേക്കുള്ള യാത്രയുണ്ടാ. ഇന്ന് അമ്പലത്തിൽ പോവാൻ കൂടെ പൊണ്ടാട്ടിയുണ്ട്. കുട്ടിയുടെ പേരുമണിയില 5 മണിയിൽ 2 മണി എവിടെയോ പോയി. അങ്ങനെ രണ്ടാമത് അതൊരെണ്ണം മേടിച്ച് പൂജിക്കാനുള്ള പരിപാടിയാണ്. യാത്ര നമ്മുടെ സൈക്കിളിലായിരുന്നു കേട്ടോ. കുറെ നാൾക്ക് ശേഷമാണ് സൈക്കിളിൽ പൊണ്ടാട്ടിയായിട്ട് യാത്ര ചെയ്യണത്. പ്രണയിച്ച ടൈമിൽ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം ഇതും ഇപ്പൊ ഒരു കുട്ടിയായതിനു ശേഷം പ്രത്യേകിച്ച് നേരെ നമ്മുടെ തൃക്കേപ്പുറം അമ്പലത്തിലേക്കാണ് യാത്ര. അങ്ങനെ നമ്മ അമ്പലത്തിലെത്തിയപ്പോ അമ്പലത്തിലെ പൂജാക്കട അടച്ചിട്ടാക്കിയാണ്. തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, കൃഷ്ണ സ്റ്റോഴ്സ്. അവിടെ നിന്ന് ഒരു ചരട് മേടിക്കാൻ പൊണ്ടാട്ടി പോയി തിരിച്ചു തന്നെ വരവാണ്ട്. കുട്ടിക്കുള്ള പേരുമണി ഓൾറെഡി നമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊണ്ടാട്ടിക്ക് ചരട് പൂജിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് ആ ടൈമിൽ ഒരു ചരട് പെട്ടെന്ന് മേടിക്കേണ്ട വന്നത്. അങ്ങനെ ശാന്തിരയില് പേരും നാളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചരടും പൂജിച്ച് കിട്ടിയട്ടാ. പിന്നീട് നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ നമ്മ കൃഷ്ണന്റെ നടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കൃഷ്ണന്റെ നട ഓൾറെഡി കറക്റ്റ് ടൈമിൽ പൂട്ടിയട്ടാ. അങ്ങനെ സങ്കടങ്ങളും പരിഭവങ്ങളും അകലെ നിന്നാണെങ്കിലും കൃഷ്ണനോട് പറഞ്ഞ് പ്രാർത്ഥനയും പരിഭവവും എല്ലാം പറഞ്ഞു തരുന്ന നേരെ വീട്ടിലോട്ടുള്ള യാത്രയാണ്. ലല്ലൂസിനെ ഉറക്കിയ ശേഷം അമ്മനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മ അമ്പലത്തിൽ പോയത്. ആദ്യം ചെന്ന് ലല്ലൂസിനെ നോക്കി. ആള് എഴുന്നേറ്റാ. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണമാണ്. ദോശയും ചമ്മന്തിയും സാമ്പാറും പാൽച്ചായായിരുന്നു. എന്തായാലും അതങ്ങോട്ട് തട്ടി. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ഫുഡിനുള്ള പാചകത്തില് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഉണ്ടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആകെ വീഡിയോ എടുത്തവരെ സഹായിക്കലാണ് നമ്മുടെ മെയിൻ പണി. വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് ചേട്ടനും അച്ഛനും രാവിലെ പോയി മേടിച്ച അയിലയും അതേപോലെ തന്നെ കേരയുമാണ് ട്ടാ. വെജിറ്റബിൾ ആയിട്ട് ഒരു ഉരുളക്കിഴങ്ങൊലത്തും കൂടി ഉണ്ട് ട്ടാ. എന്തായാലും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആവാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. നമ്മളെന്തായാലും കുറച്ചേരം പോയി അങ്ങോട്ട് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ആ വിളി വന്നിട്ടാ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫുഡ് അങ്ങോട്ട് ഒരു പിടി പിടിച്ചിട്ടാ. എന്തായാലും അടിപൊളി ടേസ്റ്റും കാര്യങ്ങളായിരുന്നു. പൊണ്ടാട്ടിയും മമ്മിയും കൂടി ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയണല്ല. അങ്ങനെ സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ച് കുറച്ചേരം റെസ്റ്റ് കൊടുത്ത് നേരെ പിന്നെ പൊണ്ടാട്ടിയുടെ വീട്ടിലോട്ടാണ് യാത്ര. ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പൂട്ടിക്കെടുക്കണ വീടാണേ. ഒരു 5 ദിവസം നിന്ന് ക്ലീൻ ചെയ്താലും തീരാത്തത്ര ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിന്റെ അകവഞ്ഞ് പറയേ വേണ്ട. അതുകൊണ്ട് നമ്മ തുറന്നില്ല. അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വന്നത്, കുട്ടി കരയാനുണ്ടെന്ന്. അങ്ങനെ അവളെ വീട്ടിലേക്ക് ശേഷം നമ്മുടെ ആന്റിലെ വീട് വരെ ഒന്ന് പോണമായിരുന്നു. ഇന്ന് അവിടെ വാടകക്കാർ ഒഴിഞ്ഞു പോണേ. കൃത്യമായിട്ട് വാടക വരുന്ന വാടകക്കാർ ഒഴിഞ്ഞു പോകുമ്പോ വല്ലാത്തൊരു സങ്കടമാണ്. അങ്ങനെ ആ സങ്കടം മാറാൻ ഒരു കട്ടൻ ചായയും കടിയും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടാ. പിന്നെ രാത്രി ആയപ്പോ ഒരു ഓട്ടം വന്ന്. ഓട്ടം പോയി തിരിച്ചു വന്ന വഴിക്ക് 2 ഷവർമ അങ്ങ് മേടിച്ചു. സ്ഥിരം പരിപാടിയാണ് പൊണ്ടാട്ടിയുടെ. ഷവർമയുടെ ഉപജ്ഞാതാവ് പറഞ്ഞേക്കണ പ്രകാരം ഷവർമ കഴിക്കുമ്പോ ആസ്വദിച്ച് കഴിക്കണമെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ ഇതൊക്കെയാണ് മച്ചന്മാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബാ.